കോട്ടയം പാലായിൽ താൽക്കാലിക ഗാലറി തകർന്നു വീണ് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലെ താൽക്കാലിക ഗാലറിയാണ് തകർന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വിദ്യാർത്ഥികളുടെ എണ്ണം എടുക്കുന്നതിനായി ഗാലറിയിൽ കയറ്റി നിർത്തിയപ്പോഴാണ് അപകടം. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഇന്ന് രാവിലെയാണോ ഈ അപകടം ഉണ്ടായത്? രാവിലെ 8:45 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ നിർമ്മിച്ച താൽക്കാലിക ഗാലറിയാണ് തകർന്നു വീണത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് NCC NSS വിദ്യാർത്ഥികൾ ചേർന്ന് സംയുക്ത പരിപാടി ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്പർ എടുക്കുന്നതിനായി കുട്ടികൾ ഈ താൽക്കാലിക ഗാലറിയിൽ കയറി നിന്നപ്പോഴാണ് അപകടമുണ്ടായത്. വിവിധ യൂണിറ്റുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളായിരുന്നു ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ പലരുടെയും കാലുകൾക്കാണ് പരിക്കേറ്റത്. ഇരുമ്പ് ഗ്രില്ലിന്റെ വെൽഡ് ചെയ്ത ഭാഗം അടർന്നു വീണതാണ് ഈ അപകടത്തിന് കാരണമെന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഭാഗ്യവശാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഈ നിസ്സാര പരിക്കേറ്റവരെ പാലാ ജനറൽ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിരവധി കുട്ടികൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. ദിവ്യ, വിവിധ കോളേജുകളിൽ നിന്നും ആയി 100-ലധികം കുട്ടികൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. എന്തായാലും ഉടൻ തന്നെ അവരെ ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. പലരുടെയും കാല് ഈ ഗ്രില്ലിനിടയിൽ കുരുങ്ങിയാണ് അവർക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഉളുക്കും ചതവും മറ്റുമാണ്. ഗൗരവ തരത്തിലുള്ള പരിക്കുകൾ ഇല്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. എന്തായാലും ഇവരിപ്പോൾ ചികിത്സയിലുള്ള ആളുകൾ ഇപ്പോൾ പാലാ ജനറൽ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ശരി, കോട്ടയം പാലായിലാണ് താൽക്കാലിക ഗാലറി തകർന്നു വീണ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഗുരുതരമായ പരിക്കല്ല എന്നാണ് ആശ്വാസകരമായ വാർത്ത. പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലെ താൽക്കാലിക ഗാലറിയാണ് തകർന്നു വീണത്. വിശദാംശങ്ങളാണ് ജോസി ബാബു നൽകിയത്.